നിങ്ങളെല്ലാവരും കൊലക്ക് കൊടുത്തില്ലേ? രാജീവ് ചന്ദ്രശേഖരന്റെ മുഖത്ത് നോക്കി മരിച്ച BJP കൗൺസിലർ അനിലിന്റെ ഭാര്യ. മുന്നിൽ വന്നു നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവർ എന്ന് അവർ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന തിരുവനന്തപുരം ഫാം ടൂർ സഹകരണ സംഘം 11 കോടി രൂപ വായ്പയായി നൽകിയിരുന്നുവെന്ന് വിവരം. നിലവിൽ കൗൺസിലർമാർ ഉൾപ്പെടെ സംഘത്തിൽ നിന്ന് വൻ തുക വായ്പ എടുത്തിരുന്നതായി സൂചനയുണ്ട്. BJP അനുഭാവിയായ ഒരു മൊബൈൽ ഷോപ്പ് ഉടമ 30 ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിന്റെ കത്തിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ ഒട്ടേറെ പേർക്ക് വായ്പ നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. നിക്ഷേപകർക്ക് പലിശ നൽകിയ വകയിൽ 14.14 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കളക്ഷൻ ഏജന്റായി കൂടുതൽ പേരെ നിയമിച്ചു. താൽക്കാലിക അടിസ്ഥാനത്തിലും നിയമനം നടത്തി. നിക്ഷേപ പദ്ധതികളിലെ കുടിശ്ശിക പ്രതിമാസം 4.1 കോടിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ നോട്ടീസ് അയക്കുന്നതല്ലാതെ റിക്കവറി നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് തിരുമല അനിലിന്റെ മരണത്തിന് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ ഭാര്യയുടെ ആക്ഷേപം ഉയർന്നത്. തുടർന്ന് BJP ഇപ്പോൾ പെട്ടിലായിരിക്കുകയാണ്.